നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പരിശുദ്ധമായ ഒരു നോമ്പിൻ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ട് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 40 ദിവസങ്ങൾ വിശുദ്ധമായിരിക്കുന്ന നോമ്പ് നമ്മളെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും കർത്താവുമായിട്ട് അടുത്ത് നമ്മളെ ബന്ധിപ്പിക്കുവാനുമായിട്ട് ഇടയായി തീർന്നു എന്ന് വിശ്വസിക്കുകയാണ്. കഷ്ടാനുഭവാഴ്ചയിൽ ബുധനാഴ്ച മധ്യാഹ്നത്തിനടുത്ത സമയം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെയുള്ള ചിത്രം മറ്റൊന്നുമല്ല, നമ്മുടെ അരുമനാഥനായിരിക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മൾ മുൻപിൽ കണ്ടുകൊണ്ട്, കർത്താവേ, നീ ഞങ്ങൾക്ക് നിന്റെ കഷ്ടാനുഭവങ്ങളാൽ നൽകിയിരിക്കുന്ന വീണ്ടെടുപ്പ് എത്രത്തോളം എന്ന് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് അനുഗ്രഹപൂർണരായി മുന്നേറുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവിടെ നമ്മളായിരിക്കുമ്പോൾ കൂടുതൽ ആമുഖ വാക്കുകളൊന്നും കൂടാതെ തന്നെ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വേദഭാഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളട്ടെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ഉം 8-ഉം വാക്യത്തിലെ 7-ാം വാക്യത്തിലെ 2-ാം ഭാഗവും 8-ാം വാക്യവും ചേർന്ന് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വാക്യം വായിച്ചുകൊള്ളട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടും അല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ പെസഹായുടെ ആ വലിയ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാകുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അല്പനേരത്തെ ധ്യാനം നമ്മൾക്കൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ വേദഭാഗ്യം ഏറ്റവും അനുയോജ്യമാകുന്നുവെന്ന് കരുതി കർത്താവിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് വേദഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ ധ്യാനത്തോടുകൂടി ഈ ഭാഗത്തായിരിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ വേദഭാഗം മറ്റുള്ളവരോട് ഞാൻ ഇവിടെ നിന്ന് ഇത് ധ്യാനിക്കുന്നുവെങ്കിലും ഇത് മറ്റുള്ള വിശ്വാസികളോട് മാത്രമല്ല, എന്നോടുകൂടി തന്നെയുള്ള ഒരു ദൈവിക വചനത്തിന്റെ പ്രബോധനമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധനായ ശ്ലീഹ കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണെന്ന് തോന്നുന്നു. പൗലോസ് കൊരിന്ത്യയിൽ സന്ദർശനം നടത്തി അതിനുശേഷം അവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം എഫേസസിൽ ആയിരുന്ന സമയത്ത് ഏകദേശം AD 55 ആണ് ഈ ലേഖനം എഴുതിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കർത്താവിന്റെ അരുമശിഷ്യനായിരുന്ന തോമാസ് ശ്ലീഹ ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തിൽ സഭ സ്ഥാപിച്ചതും ഏകദേശം AD 51 മുതൽ 52 വരെയുള്ള കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ലേഖനവും ഇതിലെ ഇതിവൃത്തവും പൗലോസ് ശ്ലീഹ നമ്മൾ കൂടെ എഴുതിയതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. ഈ ലേഖനത്തിൽ എടുത്തു പറയുന്ന ഏതാനും ചില ചിന്തകൾ നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. 1 മുതൽ 4 വരെ അധ്യായങ്ങളിൽ അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന ചില കക്ഷി വഴക്കുകളെ കുറിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. എപ്രകാരമായിരിക്കണം സഭാ ജീവിതത്തിൽ പൗലോസിന്റെ പക്ഷക്കാരൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നൊക്കെയും പറയുമ്പോൾ ക്രിസ്തുവിൽ അവന് എന്തായിരിക്കണമെന്നുള്ള ബന്ധം എന്താണെന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് 5-ാം അധ്യായം
1 മുതൽ 6-ാം അധ്യായം 12-20 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ സഭാംഗങ്ങളുടെ ജീവിത വിശുദ്ധി എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എടുത്തു പറയുന്നു. മൂന്നാമതായിട്ട് കാണുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ, വിശ്വാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചില പ്രബോധനങ്ങളാണ്. നാലാമതായിട്ട് മറ്റനേകം ആരാധനകൾ ഉണ്ടായിരുന്ന ഒരു ദേശമായിരുന്നു കോരിന്ത്യ പ്രദേശം. ആ പ്രദേശത്ത് ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ മറ്റുള്ള ജനങ്ങളുമായിട്ട് അവന്റെ ബന്ധം എപ്രകാരം ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. കൂടാതെ സ്ത്രീകളുടെ സ്ഥാനം സഭയിൽ എന്നതിനെ കുറിച്ചും മരണാന്തര ജീവനത്തെ കുറിച്ചും വിശുദ്ധ കുർബാനയെ കുറിച്ചും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ ഏകദേശം മധ്യഭാഗമായി വരുന്ന 5-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, അവൻ ക്രിസ്തു തന്നെ. എന്തിനാണ് ഒരു പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത് എന്നതിനെ കുറിച്ച് പഴയ നിയമ കാലത്ത് ഉള്ള ചിന്ത നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലെ അടിമത്തത്തിലേക്ക് പോയതിനു ശേഷം മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയും അവരെ അപ്രകാരം നയിക്കുവാൻ തക്കവണ്ണം ഒരു സാധാരണ മനുഷ്യനെന്ന് നമുക്ക് തോന്നാവുന്ന മോശയെ വിളിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, ശരിക്കും പഴയ നിയമ പെസഹായും അതിനെ തുടർന്ന് കാണുന്ന പെരുന്നാളുകളും നമ്മുടെ സഭാജീവിതവും നമ്മുടെ പെരുന്നാളുകളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, മോശ സീനായി മലയിലേക്ക് കയറി അവൻ 40 ദിവസം നോമ്പ് നോക്കി, അവന്റെ മുഖം ശോഭിച്ചു എന്ന് നോമ്പിലെ ദിവസങ്ങളിൽ നമ്മൾ പാടുമ്പോൾ, പ്രിയമുള്ളവരെ, മോശ സീനായി മലയിലേക്ക് കയറി പോകുവാനുണ്ടായ അവസ്ഥയെക്കുറിച്ച്, നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ അല്പമായി ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമെന്ന് തോന്നുന്നു. അമ്മായിപ്പനാവുന്ന ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഹോറേബിന്റെ താഴ്വരയിൽ വരുന്ന മോശ അതിഭയങ്കരമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. മുൾപടർപ്പിൽ തീ കത്തുന്നു, എന്നാൽ മുൾപടർപ്പ് അഴിഞ്ഞ് പോകുന്നില്ല. അത് കത്തിയഴിയാതെ വെന്തുപോകാതെ അപ്രകാരം തന്നെ നിലകൊള്ളുകയാണ്. മോശ പറയുകയാണ്, ഈ അതിശയകരമായിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച ഞാൻ എന്തെന്നൊന്ന് കാണട്ടെ. അവൻ മുൾപടർപ്പിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അഗ്നിയിൽ നിന്നും ദൈവശബ്ദം കേൾക്കുന്നു: മോശേ, മോശേ, നീ അടുക്കിലേക്ക് വരരുത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ച് കളയുക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ച് കളയുക. പ്രിയമുള്ളവരെ, പെസഹ പെരുന്നാൾ യഥാർത്ഥമായിട്ടും ആരംഭിക്കുന്നത് ഹോറേബിൽ വെച്ച് മോശ മുൾപടർപ്പിൽ കണ്ട ദൈവം അവനോട് പറയുന്ന ഈ വാക്കിൽ നിന്നല്ലേ എന്ന്, ഈ വചനത്തിൽ നിന്നല്ലേ എന്ന് ഒരു നിമിഷം നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പെസഹ പെരുന്നാളിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാൻ വേണ്ടി ഇരിക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധമായിരിക്കുന്നവന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു മാറ്റാതെ, കാലുകൾ കഴുകപ്പെടാതെ അവന്റെ പെസഹായിക്ക്, അവന്റെ അഗ്നിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം സാധ്യമല്ല എന്ന് മോശയോട് ഹോറേബിന്റെ താഴ്വരയിൽ വെച്ച് തന്നെ യഹോവയായ ദൈവം പറയുകയാണ്. മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ
നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് അഴിച്ച് കളയുക. മോശ യഹോവയോട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു? മറുപടി ഇപ്രകാരമാണ്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. മോശ വീണ്ടും ചോദിക്കുന്നു, നിന്റെ പേരെന്താകുന്നു? മറുപടി വളരെ വളരെ വ്യക്തമാണ്, എന്നാൽ മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഒരു മറുപടി. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് സ്വന്തം പേരിന്റെ സാരാംശവും അർത്ഥവും തന്നിൽ തന്നെ നിർത്തി അഗ്നിയിൽ നിന്നും മോശയോടെ സംസാരിച്ചവനായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് വിട്ടപ്പോൾ അവൻ വെളിപ്പെടുത്തി, ഞാൻ ആരാകുന്നു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നമ്മൾക്കറിയാം, ഞാനാകുന്നു എന്നുള്ള കർത്താവിന്റെ പ്രസ്താവനകൾ യഥാർത്ഥമായിട്ടും ദൈവം ആരാകുന്നു എന്നുള്ള മോശയ്ക്ക് വെളിപ്പെടുത്തിയതിന്റെ സാരാംശമാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിനാൽ മോശ മുഖാന്തരം ഒരു വിമോചനത്തിന്റെ പാത വെട്ടിത്തുറക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയും മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ചുകൊണ്ട് യാത്ര പുറപ്പെടുവാൻ തക്കവണ്ണം പോകുന്ന സമയത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഫറവോനെയും അവന്റെ സൈന്യത്തെയും ഭ്രമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവസാനം മോശയോട് യഹോവയായ ദൈവം കൽപ്പിക്കുകയാണ്, ഫറവോന്റെയും അവന്റെ ആദ്യജാതന്മാരെയും ഞാൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം പോകുന്നു. നിങ്ങൾ അതിൽ നിന്നും രക്ഷ പ്രാപിച്ചിരിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? ഒരു കുഞ്ഞാടിനെ അറുത്ത് ഈസോപ്പ് തണ്ടിന്മേൽ മുക്കി അതിന്റെ രക്തം കട്ടളപ്പടിമേൽ തളിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം ആചരിക്കണമെന്നും ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ആചരണത്തിന്റെ ദിവസങ്ങളിൽ ഒടുവിൽ 7-ാം ദിവസം എത്തിച്ചേരുമ്പോൾ ഇപ്രകാരം തണ്ടിന്മേൽ കുഞ്ഞാടിൻ രക്തമെടുത്ത് വാതിൽപ്പടിമേൽ തളിക്കണമെന്നും യഹോവയായ ദൈവം അരുളി ചെയ്യുമ്പോൾ ആ പെസഹ കുഞ്ഞാടിനെയാണ് മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് നൽകിയ സംഹാരദൂതന്റെ കടന്നുപോക്കിന്റെ പെസഹ കുഞ്ഞാട്. പെസഹ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പാടാറുണ്ട്, പെസഹായാൽ പെസഹാടിനെ നീ കിയ മശിഹാമോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ കർത്താവേ നീ പെസഹ ആടിനെ നീക്കിക്കളഞ്ഞു. യഹോവയായ ദൈവം പെസഹ ആടിനെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നൽകുമ്പോൾ ഫറവോനും അവന്റെ സൈന്യവും സാത്താന്റെ പ്രതിരൂപങ്ങളായി തീരുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. മോശ മുഖാന്തരം കുറേയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ട് യഹോവയായ ദൈവം സാത്താനെയും സൈന്യത്തെയും ഭ്രമിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫറവോനെയും സൈന്യത്തെയും ഭ്രമിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതേ അത്ഭുതങ്ങളും അടയാളങ്ങളും പുതിയ നിയമകാലത്ത് കർത്താവായ യേശു തമ്പുരാൻ ചെയ്തിട്ട് സാത്താനെയും അവന്റെ സൈന്യത്തെയും ഭ്രമിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പെസഹ വരുമ്പോൾ നമ്മൾ വീണ്ടും കാണുകയാണ്, പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടു, എന്തിനു വേണ്ടി പെസഹ ആടായി മാറി. ഒന്നാമതായിട്ടുള്ള ചിന്ത, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു.
പെസഹ ആടിനെ കുറിച്ച് പറയുമ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഊനമില്ലാത്ത കുഞ്ഞാട് ആയിരിക്കണം. ഊനമില്ലാത്തവനായ കുഞ്ഞാട് പെസഹ ആടായി രൂപപ്പെട്ടുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു ഊനമില്ലാത്തവനുമായിട്ടുള്ള, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിഷ്കളങ്കൻ, പവിത്രൻ, നിർദോഷൻ, ഇവനെ പോലെ മറ്റൊരുവനില്ല. അത്രത്തോളം പവിത്രമായിട്ടുള്ള, ഊനമില്ലാത്തവനായിട്ടുള്ള ദൈവത്തിന്റെ പുത്രൻ, അവനെയാണ് പെസഹായ്ക്ക് യഹൂദന്മാരാൽ തൂക്കപ്പെട്ടവനായിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൂക്കപ്പെട്ടവനായിട്ട് കാൽവരി ക്രൂശിൽ നമ്മൾ കാണുന്നത്. ഈ നാട്ടപ്പെട്ടിരുന്ന ഗോൽഗുത്ത വെറും ഒരു ഗോൽഗുത്തയല്ല. പിന്നെയോ നമ്മൾ പാടാറുണ്ട്, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ. തീർച്ചയായിട്ടും ക്രൂശിന്മേൽ നമ്മുടെ പ്രാണപ്രിയൻ, പ്രാണനാഥൻ കിടക്കുകയാണ്. അവൻ വേറെ ആർക്കും വേണ്ടിയല്ല മരിച്ചത്, അവൻ എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കുവാൻ വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് യാഗമായി തീരേണ്ടത് ആവശ്യമായിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, സാത്താനാവുന്ന ഫറവോനിൽ നിന്നും അവന്റെ സൈന്യത്തിൽ നിന്നും എന്നെയും നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ഏകജാതനാവുന്ന പുത്രൻ, ആ പെസഹ കുഞ്ഞാട് യാഗമായി അർപ്പിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമായിരുന്നു. ഈ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പാട്ടുകളിൽ ദിനംതോറും മിക്കപ്പോഴും പാടുന്ന അനേകം ഈരടികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവൻ ഊനമില്ലാത്തവനാന്ന് പറയുമ്പോൾ, ശൂലേമി കണ്ട പ്രാണപ്രിയന്റെ സൗന്ദര്യം വർണ്ണിക്കുവാൻ തക്കവണ്ണം ആർക്കും കഴിയുകയില്ല എന്ന് പാട്ടുകാരനോടൊപ്പം നമ്മളും ചേർന്ന് പാടാറുണ്ട്. എന്റെ പ്രിയനാദി സുന്ദരൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, എന്റെ പ്രിയൻ, പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ വീണ്ടെടുത്തവൻ, ലാസറിനെ ഉയർപ്പിച്ചവൻ, പാപികളെ. പ്രിയമുള്ളവരെ, അതിസുന്ദരനാണെങ്കിൽ, അതിശ്രേഷ്ഠനായിട്ടുള്ളവനാണെങ്കിൽ, എന്റെ പ്രാണപ്രിയനായിരിക്കുന്നവൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനാണെങ്കിൽ, അഭിമന്യ ഒസ്താത്യോസ് തിരുമനസ്, കാലം ചെയ്ത അഭിമന്യ ഒസ്താത്യോസ് തിരുമനസ് പറയുകയാണ്, ശൂലേമി തന്റെ പ്രാണപ്രിയന്റെ സൗന്ദര്യം കണ്ട മാത്രയിൽ, ശൂലേമി തന്റെ പ്രാണപ്രിയന്റെ സൗന്ദര്യം കണ്ട മാത്രയിൽ, സോളമൻ വേണ്ട, കൊട്ടാരം വേണ്ട, ജീവദാതാവാം നീ മതി. സോളമൻ വേണ്ട, കൊട്ടാരം വേണ്ട, ജീവദാതാവാം നീ മതി. പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ ശൂലേമി, സോളമൻ വിളിക്കുകയാണ്, നീ എന്റെ പിന്നാലെ വരിക, ഞാൻ നിനക്ക് ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും തരാം, കൊട്ടാരം തരാം, ധനം തരാം, മാനം തരാം,
പ്രൗഢി തരാം. ഈ ലൗകികമായ സുഖഭോഗങ്ങളിൽ നിന്നുകൊണ്ട് സോളമൻ നമ്മളെ വിളിക്കുമ്പോൾ സഭയാകുന്ന ശൂലേമി പറയുകയാണ്, ഞാനും നിങ്ങളുമാകുന്ന ശൂലേമിമാർ പറയേണ്ടതാണ്, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ പ്രാണപ്രിയനെയാണ്, എന്റെ അരുമനാഥനെയാണ്. കാരണം എന്താണ്? അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതാ കാൽവറി ക്രൂശിൽ യാഗമായി കിടക്കുന്നു. അവൻ എനിക്ക് വേണ്ടി പെസഹ കുഞ്ഞാടായി മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരം അതിസുന്ദരനാണെങ്കിൽ, പ്രാണപ്രിയനായിരിക്കുന്ന കർത്താവ് ഇത്രമാത്രം സുന്ദരനാണെങ്കിൽ അവനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുകയാണ് 53-ാം അധ്യായം 1 മുതൽ 12 വാക്യങ്ങളിൽ. എന്ന് വായിച്ചു കൊള്ളട്ടെ. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയുവാൻ തക്കവണ്ണം അവൻ നിന്നതിനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിർക്കങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമ്മൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതിസുന്ദരനായിരുന്ന, ഊനമില്ലാത്തവനായിരുന്ന, 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായിരുന്ന കർത്താവ് തകർക്കപ്പെട്ടവനായിട്ട്, മുറിവേറ്റപ്പെട്ടവനായിട്ട്, രോഗം ശീലിച്ചവനായിട്ട്, എല്ലാവരാലും തള്ളപ്പെട്ടവനായിട്ട്, മുഖത്ത് തുപ്പലേറ്റവനായിട്ട്, അറക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കാൽവറി ക്രൂശിൽ കിടക്കുന്നുവെങ്കിൽ അത് മറ്റാർക്കും വേണ്ടിയല്ല. അവൻ കിടക്കുന്നത് എനിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. കാരണം എന്താണ്? അവൻ അറക്കപ്പെട്ടത് ഒന്നാമതായിട്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, നമ്മളെ സാത്താന്റെ കെണിയിൽ നിന്നും വീണ്ടെടുക്കുവാൻ, എല്ലാ ശാപത്തിൽ നിന്നും എല്ലാ രോഗത്തിൽ നിന്നും നമ്മളെ വീണ്ടെടുക്കുവാൻ അവൻ അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടായിട്ട് ഇതാ കാൽവറി ക്രൂശിൽ കിടക്കുന്നു. അവനെ ഒന്ന് ധ്യാനിക്കുവാൻ, അവനിലേക്കൊന്ന് ചേർന്നിരിക്കുവാൻ, എന്റെ കർത്താവേ, നിന്റെ കാൽവറി ക്രൂശിലേക്കൊന്ന് ചേർന്നിരുന്നു കൊണ്ട് നിന്റെ ആ പെസഹ കുഞ്ഞാടാകുന്ന നിന്റെ ആ ചൂടൊന്ന് പറ്റുവാൻ, നിന്റെ തങ്കച്ചോരയുടെ അനുഭവം എന്റെ ജീവിതത്തിലേക്ക് ഒന്ന് പകർന്നു തരുവാൻ, നിന്റെ വിമോചനത്തിന്റെ രക്തം എന്റെ കുടുംബത്തിലേക്ക്, എന്നിലേക്ക്, എന്റെ കുടുംബാംഗങ്ങളിലേക്ക്, എന്റെ സഭയിലേക്ക്, എന്റെ സഹോദരങ്ങളിലേക്ക് ഒന്ന് ഒഴുക്കി തരുവാൻ കർത്താവേ, ഈ കഷ്ടാനുഭവത്തിന്റെ ദിവസങ്ങളിൽ നീ എന്നെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ക്രൂശിന്റെ ചുവടിലേക്ക്, കർത്താവിന്റെ പെസഹ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സാധിക്കുമോ? നമ്മൾക്കൊന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? കട്ടളപ്പടിയിൽ പൂശിയ രക്തത്താൽ സംഹാര ദൂതൻ കടന്നുപോയെങ്കിൽ എന്റെ കർത്താവേ, നിന്റെ ആ തങ്കച്ചോര എന്റെ മേൽ ഉള്ളതിനാൽ, നിന്റെ ആ തങ്കച്ചോരയുടെ അനുഗ്രഹങ്ങളാൽ എന്റെ ജീവിതത്തിൽ നിന്നും സാത്താനും സൈന്യവും ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം, ദുഷ്ടന്റെ സകല പ്രലോഭനങ്ങളും ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം കർത്താവേ നീ സഹായിക്കുമോ എന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ കഴിയുമോ? വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമായി തീരുവാൻ ദൈവം അവനെ പരസ്യമായിട്ട്, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. അവൻ ഇന്നലെ കഴിഞ്ഞു പോയ ഒരു സംഭവമല്ല, നാളത്തേക്ക് മാത്രമുള്ള ഒരു സംഭവമല്ല, ഇന്നും ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് കൃപയുടെ യുഗത്തിലാണ്. ഈ കൃപായുഗത്തിലായിരിക്കുമ്പോൾ കൃപയുടെ വാതിലുകൾ പൂട്ടുന്നതിന് മുമ്പ് തന്നെ അവന്റെ അടുക്കിലേക്ക് ധൈര്യമായിട്ട് ചെല്ലുവാൻ നമ്മൾക്ക് സാധിക്കണം. വിശ്വസിക്കുന്നവർക്ക് അറക്കപ്പെട്ട ക്രിസ്തു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുന്നു. നമ്മൾക്ക് വേണ്ടി അറക്കപ്പെട്ട ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാട് പ്രായശ്ചിത്തമായി നിൽക്കുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തു എന്തിന് അറക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം.
ക്രിസ്തുവിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞാട് അറക്കപ്പെട്ടു. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നീതിമാന് വേണ്ടി പരിശുദ്ധനായ പൗലോസ്ലീഹ തന്നെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, നീതിമാന് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചേക്കാം, ഗുണവാന്മാർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ മരിച്ചേക്കാം, പക്ഷേ പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ആര് മരിക്കും? പരിശുദ്ധനായ പൗലോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ്, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റാരും മരിക്കുവാനില്ല. പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചവൻ മറ്റാരുമല്ല, അവൻ കർത്താവ് തന്നെയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം. ദൈവം എന്നെയും നിന്നെയും എത്രയേറെ സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആദിയിൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദമിനെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടികളുടെ മകുടമാവട്ട് എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എത്രത്തോളം സ്നേഹം അവന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ. ആദമിനെ ദൈവം എത്രത്തോളം സ്നേഹിച്ചുവെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ. അവന്റെ കൂടെ നടക്കുവാൻ തക്കവണ്ണം ഏദനിലേക്ക് ഇറങ്ങി വരുന്നവനായ ദൈവം, അവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ ചോദിക്കുന്നതിന് മുമ്പേ അവന് വേണ്ടി സകലതും കരുതി വെച്ചവനായ ദൈവം അവന് മറ്റൊന്നിനെയും തേടേണ്ടതായിട്ട് വന്നില്ല. സകലവും അവന് വേണ്ടി ക്രമീകരിച്ച് വെച്ചിട്ട് ഏതെല്ലാം അവനെ സൃഷ്ടിച്ചതിന് ശേഷവും ദൈവം കണ്ടെത്തുകയാണ് അവനൊരു കുറവുണ്ട്. അവൻ ചോദിക്കാതെ തന്നെ അവന്റെ കുറവ് പരിഹരിച്ചു കൊടുത്ത് അവനോട് തന്റെ സ്നേഹം പ്രകടിപ്പിച്ചവനായ ദൈവം. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് നമ്മളെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും യഹോവയായ ദൈവം നമ്മളുള്ള സ്നേഹം എത്രത്തോളം അധികം നൽകിയിരിക്കുന്നുവെന്ന് ഒരു നിമിഷം നമ്മൾ ശാന്തമായി ചിന്തിച്ചാട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം, നമ്മൾ നനയ്ക്കുന്നതിനപ്പുറം നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടി അവൻ നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടില്ലേ? ദൈവത്തിന്റെ സ്നേഹം രാവും പകലും നമ്മൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം എത്രത്തോളം അധികം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു അനുഭവത്തിന്റെ പാതയിലല്ലേ നമ്മളൊന്ന് ഒരു നിമിഷം നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ തെറ്റിപ്പോകുന്ന അനുഭവം എന്തെല്ലാം നമുക്ക് നൽകിയാലും, എത്രത്തോളം നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിച്ചാലും, പരിശുദ്ധനായ പൗലോസ്ലീഹ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപമുള്ള എന്റെ ജഡശരീരത്തിൽ നിന്നും ആരെന്നെ വിടുവിക്കും? നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്തു പോകുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹയോടൊപ്പം നമ്മളും പലപ്പോഴും നിലവിളിച്ചു പോകുന്ന ഒരു അവസ്ഥയാണിത്. നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. ആദമിനും പറ്റിയത് അത് തന്നെയാണ്. അവന് തിന്മ ചെയ്യുവാൻ ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ ഇച്ഛിക്കാത്ത തിന്മ അവൻ ചെയ്തു പോയി, സാത്താന്റെ പ്രലോഭനം കൊണ്ട്. പക്ഷെ ദൈവം അവനെ വീണ്ടും സ്നേഹിക്കുകയാണ്.
അവനൊരു വാഗ്ദത്തം നൽകുകയാണ്. ശാപത്തോടൊപ്പം അവനൊരു അനുഗ്രഹവും നൽകുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. നിന്നെ വഞ്ചിച്ചവനായ സാത്താന്റെ തലയെ സ്ത്രീയുടെ സന്തതി തകർക്കും. തീർച്ചയായിട്ടും അപ്രകാരം സാത്താനെ തകർക്കുവാൻ തക്കവണ്ണം, നമ്മളെ വഞ്ചിച്ച് കളയുന്ന ആത്മാക്കളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, ദുരാത്മാക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു നമ്മൾ മനസ്സിലാക്കിക്കേ. പക്ഷേ വീണ്ടും പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്നു. നോഹയെ ദൈവം വിളിച്ചു. മനുഷ്യന്റെ ദുഷ്ടത, തിന്മ അധികമാന്ന് കണ്ടിട്ട് ലോകത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഒരു പുതിയ ജനതയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം നോഹയോട് കരുണ തോന്നിയിട്ട് യഹോവയായ ദൈവം നോഹയെ വിളിക്കുകയാണ്. അവനെയും മക്കളെയും തിരഞ്ഞെടുക്കപ്പെട്ട പക്ഷിമൃഗാദികളെയും പെട്ടകത്തിലേക്ക് ചേർത്തുകൊണ്ട് ജലപ്രളയത്തിൽ കൂടി സകലവും ദൈവം നശിപ്പിച്ച് പുതിയൊരു ജനതയെ ദൈവം വാർത്തെടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. മനുഷ്യനെയോ ജീവജാലങ്ങളെയോ പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തിനു നശിപ്പിക്കുവാനാണ് ദൈവം ആഗ്രഹിച്ചത്? ഈ ലോകത്തിൽ നിന്നും ദുഷ്ടതയെയും തിന്മയെയും സാത്താന്റെ സകല പ്രവർത്തനങ്ങളെയും നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാണുന്നു ലോകത്തോട് ദൈവത്തിന്, മനുഷ്യനോട് ദൈവത്തിന് നമ്മോട് ഉള്ള സ്നേഹം എത്ര അധികമായിരുന്നു എന്ന്. പക്ഷേ ജലപ്രളയം കഴിഞ്ഞു. നോഹ പെട്ടകത്തിൽ നിന്നും ഇറങ്ങി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. പിന്നീടുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം. വീഞ്ഞു കുടിച്ച് മത്തനായിട്ട് നോഹ കിടന്നുറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ദൈവം നൽകിയ അനുഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന മുന്തിരി വീഞ്ഞ് കുടിച്ച് നീതിമാനായിരുന്ന നോഹ മത്തു പിടിച്ച് കിടന്നുറങ്ങുമോ എന്ന് നമ്മൾ ഒരു നിമിഷം ശാന്തമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആ തലമുറകളിൽ നോഹയെ പോലെ നീതിമാനായ ഒരു മനുഷ്യനില്ലായിരുന്നു എന്ന യഹോവയുടെ വചനം സാക്ഷിക്കുന്നുവെങ്കിൽ പ്രളയത്തിന് ശേഷം നോഹ എവിടെയാണ് ചെന്ന് ചേർന്ന് നമ്മൾ ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കുക. നോഹയെ നമ്മൾ കാണുന്നത് വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കുന്നതാണ്. അവന്റെ മക്കളിൽ ചിലർ വന്ന് അവന്റെ നഗ്നത കാണുവാനും കനാൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് വീണ്ടും ശാപം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനും ഇടയാക്കിയത് ആ സംഗതിയല്ലേ? പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ, ദൈവം നമ്മെ എത്രയേറെ സ്നേഹിക്കുന്നു. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ഒക്കെ കാലഘട്ടം വന്നപ്പോൾ ഇത് തന്നെയാണ് കാണുന്നത്. ദൈവം സ്നേഹിക്കുന്നു. ദൈവം വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ് നന്മയുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, സാത്താനിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ജനതയെ ലഭിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. മിസ്രൈമിൽ നിന്നും, ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ യഹോവയായ ദൈവം വിളിച്ചപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഹോശേയ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യഹോവയായ ദൈവം പറയാണ്, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുകയും മിസ്രയിൽ നിന്നും എന്റെ മകനെ വിളിക്കുകയും ചെയ്തു. അവരെ വിളിക്കും തോറും, അവരെ സ്നേഹിക്കും തോറും അവരെന്നെ വിട്ട് മാറിക്കൊണ്ടിരുന്നു, അവരെന്നെ വിട്ട് പോയിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, എന്നെയും നമ്മളെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നില്ലേ? എന്റെ പ്രിയ മകനെ, എന്റെ പ്രിയ മകളെ, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നീ ബാലനായിരുന്നപ്പോൾ തന്നെ, നീ ശിശുവായിരുന്നപ്പോൾ തന്നെ നിന്നെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാണ്. ഞാൻ നിന്നെ എത്രയോ പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. കർത്താവ് നമ്മളോട് പറയുന്നു, ഞാൻ എന്റെ തിരുശരീരവും തിരക്തവും നിനക്ക് ഭക്ഷിപ്പാനും കുടിപ്പാനും തന്നിട്ട് നിന്നെ എന്നിലേക്ക് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം നീ നിന്റെ പ്രവൃത്തികളാൽ എന്നിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? പ്രിയമുള്ളവരെ, ഒരു മടങ്ങിവരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പെസഹ കുഞ്ഞാട്
ക്രിസ്തു അറക്കപ്പെട്ടവനായി ഇവിടെ നിൽക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സ്നേഹം നമ്മൾ രുചിച്ചറിയുവാൻ തക്കവണ്ണം. ദൈവം എന്നെയും നിന്നെയും സ്നേഹിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, ഈ ലോകത്തിലുള്ള സകല ജനത്തെയും അവൻ സ്നേഹിക്കുന്നു. ജാതി മത ഭേദങ്ങൾ അന്യേ, ഭാഷകൾക്ക് അതീതമായിട്ട്, വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട്, സ്ത്രീ പുരുഷൻ എന്നുള്ള വകഭേദത്തിന് അതീതമായിട്ട് ദൈവം സ്നേഹിക്കുന്നു. അവൻ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, അവന്റെ തിരുശനും തിരുരക്തം അനുഭവിക്കുന്നവരായ നമ്മളെ അവൻ എത്രയധികം സ്നേഹിക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദ്ധിതനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പത്രോസ് ശ്ലീഹായെ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 3 പ്രാവശ്യം ആ ചോദ്യം ആവർത്തിക്കുന്നു. ശീമോനെ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. ശീമോനെ, നീ ഇവരെക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് ഉത്തരമായിട്ട്, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 3-ാമത്തെ വട്ടം പത്രോസിന് സങ്കടം വരികയാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, കർത്താവേ, നീ സകലതും അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഈ കഷ്ടാനുഭാഴ്ച കൂടി കടന്നു പോകുമ്പോൾ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അവന്റെ സാന്നിധ്യത്തിന്റെ മഹാത്മ്യം അറിയുവാൻ തക്കവണ്ണം ഇരിക്കുന്ന നമ്മളൊന്ന് ശാന്തമായി ചിന്തിച്ചാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ കർത്താവേ, എന്റെ പ്രവൃത്തി മൂലം ഞാൻ എത്രയോ പ്രാവശ്യം, എന്റെ വാക്കുകൾ മൂലം ഞാൻ എത്രയോ പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. എന്റെ കർത്താവേ, ഓരോ നിമിഷവും ഞാൻ ഈ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്റെ കർത്താവേ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ഏറ്റുപറഞ്ഞാൽ മതിയാകും. ശിമോൻ 3 പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞപ്പോൾ 3 പ്രാവശ്യം അവനെ കൊണ്ട് നീ ഏറ്റുപറയിച്ചുവെങ്കിൽ എന്റെ കർത്താവേ, ഇതാ കരഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത നിമിഷങ്ങളിലെല്ലാം തന്നെ നിന്നെ ഏറ്റുപറയുകയാണ്. എന്റെ കർത്താവേ, ഈ ലോകത്തിൽ മറ്റാരേക്കാൾ അധികം, മറ്റെന്തിനേക്കാളും അധികം നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അവൻ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന്റെ മാധുര്യം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എവിടെ വരെ ചെല്ലണമെന്നറിയാമോ? ക്രൂശിന്റെ ചുവട് വരെ ചെല്ലേണ്ടതായിട്ടുണ്ട്. പെസഹ വരെ എത്തിയാൽ പോരാ. പെസഹയുടെ അനുഭവത്തിൽ കൂടി കടന്ന് യഥാർത്ഥമായി അറക്കപ്പെട്ട പെസഹ കുഞ്ഞാടായി കിടക്കുന്ന ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട് വരെ നമ്മൾ ചെല്ലേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ മറ്റ് ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയ സമയത്ത് യോഹന്നാൻ ശ്ലീഹ കർത്താവിന്റെ അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ക്രൂശിന്റെ ചുവട്ടിൽ വരെ കടന്നു ചെന്ന യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതിയപ്പോൾ എഴുതി, ഈ ലോകത്തിലേക്ക് ഏറ്റവും വെച്ച് സുന്ദരമായ പദമെന്ന് പറയപ്പെടുന്ന, വാചകമെന്ന് പറയപ്പെടുന്ന, നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും ആദരിക്കുന്ന, നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന വാചകം ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകും. മറ്റൊരു ശിഷ്യന്മാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത സത്യം ക്രൂശിന്റെ ചുവട് വരെ ചെന്ന യോഹന്നാൻ മനസ്സിലാക്കുകയാണ്. ദൈവം മറ്റൊന്നുമല്ല, അവൻ എന്താണ്? സ്നേഹമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സ്നേഹത്തെ രുചിച്ചറിയണം. കാലം ചെയ്ത അഭിമന്യ ഒസ്താത്യോസ് തിരുമനസ്സുകൊണ്ട് പാടിയിട്ടുണ്ട്. സ്നേഹമേ, ക്രൂശിൻ സ്നേഹമേ, നിന്റെ ആഴം ഞാനൊന്നു കാണട്ടെ. സ്നേഹമേ, ക്രൂശിൻ സ്നേഹമേ, നിന്റെ ആഴം ഞാനൊന്നു കാണട്ടെ. നമ്മൾക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? കർത്താവേ, ക്രൂശിന്റെ സ്നേഹമേ, നിന്റെ ആഴം ഞാനൊന്ന് കാണട്ടെ. തീർന്നില്ല, നിന്റെ വീതി ഞാനൊന്ന് കാണട്ടെ, നിന്റെ പൊക്കം ഞാനൊന്ന് കാണട്ടെ.
ക്രൂശിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും പൊക്കവും വണ്ണവും അറിയുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ തക്കവണ്ണം അവൻ നമ്മളെ വിളിക്കുമ്പോൾ അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് രുചിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കുമോ? ഈ കഷ്ടാനുഭവാരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ, കർത്താവിന്റെ പെസഹായിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകുവാൻ നമ്മൾക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാണ് നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടത്? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഇന്ന് സ്നേഹത്തിന് വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആരെന്നെ സ്നേഹിക്കും എന്ന് ചോദിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിക്കുന്ന കുട്ടികളും യുവജനങ്ങളും തീർന്നില്ല. വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ പോയ വ്യക്തികൾ പോലും ആരെന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പരക്കം പായുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങൾ ഓരോരുത്തരും ആരെന്നെ സ്നേഹിക്കും, എന്നെ സ്നേഹിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ പരക്കം പായുന്നവരാവാം. പ്രിയമുള്ളവരെ, അപ്പോഴാണ് കർത്താവ് എന്നോടും നമ്മൾ ഓരോരുത്തരും പറയുന്നത്, മകനെ, മകളെ, നീ സ്നേഹം അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. നീ എൻ്റെ അടുക്കിലേക്കൊന്ന് വന്നാട്ടെ, ഞാൻ നിന്നെ സ്നേഹിക്കാം. സ്നേഹത്തിന്റെ മാധുര്യം ഞാൻ നിനക്ക് പകർന്നു തരാം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹം പിന്നെ എന്തു ചെയ്യും? നമ്മളിൽ കൂടെ കവിഞ്ഞൊഴുകിക്കൊള്ളും. പിന്നെ നമ്മൾ സ്നേഹം തേടി എങ്ങും പോകേണ്ടതില്ല. പിന്നെയോ നമ്മുടെ സ്നേഹം തേടി മറ്റുള്ളവർ നമ്മുടെ അടുക്കിലേക്ക് വന്നോളും. കർത്താവ് അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? നീ സ്നേഹമായി എൻ്റെ അടുക്കിലേക്ക് വന്ന് നിന്നിൽ സ്നേഹം നിറച്ചുകൊള്ളുക, നിന്നിൽ നിന്നും സ്നേഹം ഒഴുകട്ടെ. കർത്താവ് പെസഹ കുഞ്ഞാടായിട്ട് അർപ്പിക്കപ്പെട്ടത് ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാനും ആ സ്നേഹത്തെ നമ്മളിലേക്ക് നിറയ്ക്കുവാനും വേണ്ടിയാണ്. കാൽവറി ക്രൂശിന്റെ ചുവട് വരെ പോയി അവന്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് യോഹന്നാനെ പോലെ ദൈവമേ നീ സ്നേഹമാകുന്നുവെന്ന് രുചിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കുമോ? മൂന്നാമതായിട്ട്, ഈ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കർത്താവും ദൈവവുമായി തീരുവാൻ തക്കവണ്ണമാണ്. പെസഹ കുഞ്ഞാടായിട്ട് ക്രിസ്തു എന്തിന് അറക്കപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ കർത്താവും ദൈവവുമായി തീരുവാൻ ആഗ്രഹിക്കുന്നു. കർത്തൃത്വം നടത്തുന്നവരെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. പഴയ നിയമകാലത്ത് കർത്താവേ എന്ന വിളി, ലോർഡ് എന്ന വിളി, യാഹവേ എന്ന വിളി നൽകിയിട്ടുള്ളത് യഹോവയായ ദൈവത്തിനാണ്. പഴയ നിയമത്തിന്റെ തുടക്കത്തിലൊക്കെയും തന്നെ രാജാവും കർത്താവുമായിട്ട് ജനങ്ങളെ നയിച്ചു വന്നത്, തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ മക്കളെ നയിച്ചു വന്നത് ദൈവം മാത്രമായിരുന്നു. നമ്മൾക്ക് സുപരിചിതമായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ളത്. ഇംഗ്ലീഷിൽ അതിന്റെ തർജ്ജിമ നമുക്കറിയാം, ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. കർത്താവ് എന്റെ ഇടയനാകുന്നു. യഹോവ എന്ന പദത്തിന് തതുല്യമായിട്ട് ലോർഡ് എന്ന പദവും കർത്താവ് എന്ന പദവും ഉപയോഗിച്ച് വന്നിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ്, നമ്മുടെ ക്രിസ്തു കാൽവറി ക്രൂശിൽ പെസഹ ആടായി മാറിയത്, അവൻ അറക്കപ്പെട്ടത് എന്റെയും
നിങ്ങളുടെയും കർത്താവും ദൈവവുമായി മാറുവാൻ വേണ്ടിയാണ്. അവനെ എന്റെ ജീവിതത്തിലെ കർത്താവും ദൈവവുമായിട്ട് സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഒരു നിമിഷം ശാന്തമായി ഇന്ന് ചിന്തിക്കേണ്ടതാണ്. രണ്ടുപേർ ഈ പ്രഖ്യാപനം വിശുദ്ധ ബൈബിളിൽ നടത്തുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഒന്ന്, പെസഹ കുഞ്ഞാടായി നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി കിടക്കുന്ന സമയത്ത് അവന്റെ അരികിൽ നിന്നുകൊണ്ട് വളരെ മനോഹരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം ഒരു വ്യക്തി നടത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ വലത്ത് ഭാഗത്തെ കള്ളനാണത്. വലത്ത് ഭാഗത്തെ കള്ളനെ കുറിച്ച് അല്പമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അവനെ കള്ള എന്ന് വിളിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും അഭിമാനപൂർവം യാതൊരു ആശങ്കകളും കൂടാതെ, മനസ്സിൽ കുറ്റബോധവും കൂടാതെ വലിയ വെള്ളിയാഴ്ചയുടെ അന്ന്, ദുഃഖ വെള്ളിയാഴ്ചയുടെ അന്ന് സ്ലീബായെ കുമ്പിടുന്ന സമയത്ത് നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ ആത്മത്തിന് ഇതിനാലെ രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. മശിഹാ തമ്പുരാനെ, നീ എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എന്ന് ആ കള്ളനോടൊപ്പം ഞങ്ങളും പറയുന്നു. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, അവൻ കള്ളനായിരുന്നു. പക്ഷേ അവനെ ഇനിയും കള്ളൻ എന്ന് വിളിക്കുവാൻ അവൻ അർഹതയുണ്ടോ എന്നും നമുക്ക് യോഗ്യതയുണ്ടോ എന്നും എനിക്കറിയില്ല. ആ മനുഷ്യനെ ഇനിയും കള്ള എന്ന് വിളിക്കുവാൻ അവന് യോഗ്യതയുണ്ടോ എന്നും നമ്മൾക്ക് അർഹതയുണ്ടോ എന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ആ മനുഷ്യനെ കള്ള എന്ന് വിളിച്ചത്? ന്യായപ്രമാണ കൽപ്പനകളിലെ ഒരു കൽപ്പന അവൻ ലംഘിച്ചു. മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം 10 കൽപ്പനകൾ നൽകിയപ്പോൾ 8ാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് എന്ന കൽപ്പന ഈ കള്ളൻ ലംഘിച്ചു. അവൻ മോഷണം നടത്തിയുകൊണ്ടാണ് അവൻ കള്ളനായി തീർന്നത്. അവൻ കൊലപാതകനും വഞ്ചകനുമായിട്ട് നമ്മൾ അവനെ ചിത്രീകരിച്ചിരിക്കാം. മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത് തുടങ്ങി ഉള്ള അനേകം കൽപ്പനകൾ മോഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു ക്രിയയിൽ കൂടി ഈ മനുഷ്യൻ ചെയ്തെന്ന് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, അവൻ ചെയ്ത ക്രിയയ്ക്ക് തക്കമായിട്ടുള്ള ശിക്ഷ അവന് ലഭിച്ചിട്ടുണ്ട്. അവൻ ക്രിസ്തുവിനോടൊപ്പം വലത് ഭാഗത്തെ കള്ളൻ നമ്മൾ പറയുന്നതുകൊണ്ട് വലത് ഭാഗത്ത് അവൻ തൂക്കപ്പെട്ട നിലയിൽ കിടക്കുന്നു. തീർച്ചയായിട്ടും അവൻ ന്യായപ്രമാണ കൽപ്പനയെ ലംഘിച്ചവനാണ്. നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ, എങ്കിൽ ഞാൻ കള്ളനാണോ? ഞാൻ കള്ളനാണോ? ഈ കഷ്ടാനുഭവാരത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ 1000 പ്രാവശ്യം ചോദിക്കുകയും, കർത്താവേ, ഇത് പറയുമ്പോൾ എന്നോട് നീ ക്ഷമിച്ചു കൊള്ളണമേ എന്ന് പറയുകയും ചെയ്ത ഒരു സംഗതിയാണിത്. ഞാൻ കള്ളനാണ് എന്നുള്ള തിരിച്ചറിവ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുകയാണ്, ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഒന്ന് ചിന്തിച്ചാട്ടെ, ക്രിസ്തുവിനെ നമ്മൾ അറിയുമെന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടോ?
യോഹന്നാൻ ശ്ലീഹ വീണ്ടും പറയുകയാണ്, 1 യോഹന്നാൻ 2-22 വാക്യത്തിൽ, യേശുവിനെ ക്രിസ്തുവെന്ന് ഏറ്റു പറയാത്തവൻ കള്ളനാകുന്നു. 4-ാം വാക്യത്തിൽ വീണ്ടും പറയുന്നു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പായിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകും. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ പ്രിയമുള്ളവരെ, വലിയ വെള്ളിയാഴ്ച ദിവസം സ്ലീബായെ കുമ്പിടുന്ന സമയത്ത് ആ മനുഷ്യനെ കള്ളാന്ന് വിളിക്കുവാൻ കർത്താവേ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള തിരിച്ചറിവ് എന്നെ വല്ലാതെ ഞെട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ കൃപാസന്നിധിയിലേക്ക്, അവന്റെ കാൽവരി ക്രൂശിലേക്ക്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവനോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവേ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ. കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ ലോകത്തിന്റെ രക്ഷിതാവായുള്ളോവേ, സകല പാപികൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായുള്ളോവേ, നിന്റെ രക്തത്താൽ എനിക്ക് വീണ്ടും പാപമോചനം നൽകണമേ. നിന്റെ രക്തത്താൽ നീ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഈ പെസഹ അനുഭവം, ഈ വലിയ വെള്ളിയാഴ്ചയുടെ അനുഭവം എനിക്കൊരു അനുഭവമാക്കി നീ തീർക്കണമേ. നീ എന്നെ വീണ്ടും കഴുകി ശുദ്ധീകരിക്കണമേ. ഇവിടെയാണ് ഓരോ കഷ്ടാനുഭാഴ്ചയിലും നമസ്കാരങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബദ്ധപ്രകാരം എന്റെ പാപങ്ങൾ നീ മായ്ച്ചു കളയണമേ. പിതാക്കന്മാർ എത്രയോ മഹത്തരമായിട്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നു. ഒരു യോഗ്യതയും എനിക്ക് പറയുവാൻ വേണ്ടിയില്ല. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കാൽവരി ക്രൂശിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ഒരു യോഗ്യതയും പറയുവാൻ വേണ്ടിയില്ല. പിന്നെ എനിക്കുള്ള യോഗ്യത എന്താണ്? എന്റെ കുറ്റങ്ങളെ ഒന്ന് അവന്റെ മുമ്പാകെ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ വീണ്ടും ഈ കടലിൽ കാണുന്ന മറ്റൊരു മഹത്തരമായിട്ടുള്ള സംഗതി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ക്രൂശിൽ കിടക്കുമ്പോൾ വിശ്വസിച്ചവനാണ് ഈ കള്ളൻ. ശിഷ്യന്മാർ അവന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അവൻ വിശ്വസിച്ചവനാണ്. കർത്താവിന്റെ പിന്നാലെ ചെന്ന ജനസമൂഹം അവൻ നൽകിയ അപ്പവും മീനും പിന്നെ തൃപ്തരായതുകൊണ്ട് അവൻ വിശ്വസിച്ചവരാണ്. ചിലർ ക്രിസ്തു എന്ന് പറയുന്ന യേശു മരിച്ചവനായ ലാസറിനെ ഉയർപ്പിക്കുന്നത് കണ്ടിട്ട് അവൻ വിശ്വസിച്ചവനാണ്. താഴെ നിന്ന് അനേകർ വിളിച്ചു പറയുകയാണ്, നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിച്ചിട്ട് ഈ ക്രൂശിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരിക. എന്തിനു വേണ്ടി? ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം. പക്ഷേ ഈ കള്ളന് ഒരു കണ്ടീഷനുമില്ല. ഈ കള്ളൻ കഴിഞ്ഞ ദിവസം വരെ കർത്താവിന്റെ എന്തെങ്കിലും അത്ഭുതം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കഴിഞ്ഞ ദിവസം വരെ എന്തെങ്കിലും അത്ഭുതം അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചറിഞ്ഞു എന്ന് സംശയമാണ്. പക്ഷേ ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ കാണുമ്പോൾ ഈ കള്ളൻ ഏറ്റുപറയുകയാണ്, കർത്താവേ നീ സാക്ഷാൽ രാജാവാണ്, നീ സാക്ഷാൽ മശിഹായാണ്. എന്തോ ഒരു മാനസാന്തരം ആ കള്ളൻ്റെത്. അവൻ എന്ത് അത്ഭുതം കണ്ടിട്ടാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നോക്കി ഇങ്ങനെ പറഞ്ഞത്? കർത്താവിനെ കർത്താവെന്നും രാജാവെന്നും ദൈവവുമെന്ന് ഏറ്റു പറഞ്ഞ വ്യക്തി ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനാണ്. കർത്താവിന്റെ മരണത്തിന് മുമ്പേ കർത്താവിനെ ഏറ്റുപറഞ്ഞ വ്യക്തി ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനാണ്. കർത്താവിനെ വിശ്വസിച്ചനായ വ്യക്തി ഈ ക്രൂശിൽ കിടക്കുന്ന കള്ളനാണ്. അവൻ വീണ്ടും കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ നീ രാജാവാകുന്നു, യേശു മശിഹാ തമ്പുരാനേ നീ രാജാവാകുന്നു, നീ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമാവുന്നു. ക്രൂശിൽ കിടക്കുന്ന നീ
ഇവിടെ കിടന്ന് മരിച്ചു പോയാലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ച് വീണ്ടും വരും. ഓ, പിതാക്കന്മാർ ഇതാ പറയുന്നത് നമ്മളോട്. പിതാക്കന്മാർ ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സ്ലീബായെ വന്ദിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസ പ്രഖ്യാപനം നമുക്ക് നടത്തുവാനുണ്ടോ എന്ന് എനിക്കറിയില്ല. തകർക്കപ്പെട്ടവനായിട്ട്, മുറിവേറ്റപ്പെട്ടവനായിട്ട്, ശിഷ്യന്മാരെല്ലാവരും തന്നെ ഓടി മാറിയവരായിട്ട്, എല്ലാവരും നിന്ദിക്കപ്പെട്ടവനായിട്ട്, ഒരു അത്ഭുതവും ചെയ്യാത്തവനായിട്ട് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് കള്ളൻ അവനെ ഏറ്റുപറയുകയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമേ. പ്രിയമുള്ളവർ, നമ്മൾക്ക് പറയുവാൻ തക്കണം സാധിക്കുമോ? കഷ്ടതയേൽക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് സ്വീകരിക്കുവാൻ നമ്മൾക്ക് സാധിക്കുമോ? ക്രൂശിൽ കിടക്കുന്ന പെസഹ കുഞ്ഞാടിനെ ഒന്ന് സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ ഇത്? അത്ഭുതം ചെയ്യുന്ന ക്രിസ്തുവിനെ എനിക്ക് ആവശ്യമാണ്. ഇന്നും അടയാളങ്ങൾ ചെയ്യുന്ന ക്രിസ്തുവിനെ എനിക്ക് ആവശ്യമാണ്. പക്ഷേ രോഗങ്ങൾ ശീലിച്ചവനായിട്ടുള്ള, വ്യസനപാത്രമായിട്ടുള്ള, നിന്ദിക്കപ്പെടുന്നവനായിട്ടുള്ള, ക്രൂശിൽ തറയ്ക്കപ്പെട്ടവനായിട്ടുള്ള, തകർക്കപ്പെട്ടവനായിട്ടുള്ള, തുപ്പലേറ്റവനായിട്ടുള്ള, നിന്ന സഹിക്കുന്നവനായിട്ടുള്ള ക്രിസ്തുവിനെ നമുക്ക് പലർക്കും ഇന്ന് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് ഉള്ളവരെ അതല്ല. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവൻ തകർക്കപ്പെട്ടവനായി നിൽക്കുന്ന അവസ്ഥയിൽ പോലും അവനെ കർത്താവും രാജാവുമെന്ന് ഏറ്റു പറയണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അവസ്ഥയിലായിരിക്കാം രോഗങ്ങൾ കടന്നു വരുന്നത്, ദുഃഖങ്ങൾ കടന്നു വരുന്നത്, മുറിവിളികൾ കടന്നു വരുന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടൊപ്പം ഞാനും കർത്താവെ ക്രൂശിക്കപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, സ്നേഹിച്ചിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഇപ്രകാരം ഒന്നും വന്നു ചേരുകയില്ലായിരുന്നു. ഒരിക്കൽ തൻ്റെ ഒരു മകൻ, ഞാൻ കേട്ട ഒരു കഥയാണ്, തൻ്റെ ഒരു മകൻ ട്രെയിൻ അപകടത്തിൽ മരിച്ച ഒരു പിതാവ് ഒരു വൈദികന്റെ അടുത്ത് രോക്ഷാകുലനായിട്ട് ദേവാലയത്തിലേക്ക് ചെന്ന് ഇപ്രകാരം ചോദിച്ചു പോലും, എന്റെ മകൻ കൊല്ലപ്പെട്ട സമയത്ത് ദൈവം എവിടെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മളൊക്കെയും പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ രോഗത്താൽ പിടയുന്ന അവസരത്തിൽ, വേദന കൊണ്ട് നീറുന്ന അവസരത്തിൽ ദൈവം എവിടെയാണ്? മറ്റെല്ലാവരും നിന്ദിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ, മറ്റെല്ലാവരും എന്നെ ദൂഷിക്കുന്ന അവസരത്തിൽ, ഞാൻ ഈ കഷ്ടതകളും ത്യാഗങ്ങളും സഹിക്കേണ്ട അവസരത്തിൽ ദൈവം എവിടെയാണ്? എവിടെയാണ് അവന്റെ സ്നേഹം? എന്റെ കുടുംബം നാശത്തിലേക്ക് പോകുന്ന എന്ന് തോന്നുന്ന അനുഭവത്തിൽ, എന്റെ കുടുംബാംഗങ്ങൾ തകർക്കപ്പെട്ടു പോകുന്നല്ലോ എന്ന് തോന്നുന്ന അനുഭവത്തിൽ ദൈവം എവിടെയാണ്? പലപ്പോഴും നമ്മൾ രോഷാകുലരായി പോലും ചോദിച്ചു പോകുന്ന, അല്ലെങ്കിൽ സങ്കടം കൊണ്ട് പൊറുതിമുട്ടി ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാകാം. ഈ സമയത്ത് ഈ വൈദികൻ ഇപ്രകാരം തിരിച്ച് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈദികൻ ഇപ്രകാരമാണ് തിരിച്ചു പറഞ്ഞത്, ഏകജാതനായ തന്റെ പുത്രൻ, യാതൊരു പാപവും ചെയ്യാത്ത തന്റെ പുത്രൻ, നിഷ്കളങ്കനായിരിക്കുന്ന തന്റെ പുത്രൻ കാൽവറി ക്രൂശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് ഒരിറ്റ് കരുണയ്ക്കായിട്ട് പിതാവാം ദൈവത്തെ നോക്കിക്കൊണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് എവിടെ കിടന്നുവോ അവിടെ കിടന്ന സമയത്ത്, അവൻ തന്റെ പ്രാണനെ വിട്ട സമയത്ത് എവിടെയായിരുന്നു ദൈവം? അവിടെ തന്നെയായിരുന്നു താങ്കളുടെ മകൻ മരിച്ച സമയത്ത് ദൈവം. ആ പിതാവ് ഒന്നും പറയാതെ ത്രോണോസിന്റെ മുൻപിൽ മുട്ടുകുത്തി കുമ്പിട്ടു അവിടെ കിടന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ വലിയൊരു സമാധാനത്തോടും വലിയൊരു ശാന്തതയോടും കൂടി ആയിരിക്കാം പോയത്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴും, വിശുദ്ധ കുംഭസാരത്തിന് വരുന്ന സമയത്തും
വളരെയേറെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അപ്പച്ചനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഭയങ്കര കരച്ചില്ല. വ്യക്തിപരമായിട്ട് ആ വ്യക്തിയെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഉണ്ടാവുന്ന സാധ്യതയില്ല. പിന്നെ എന്തിനാണ് ഈ വ്യക്തി ഇങ്ങനെ കരയുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, എന്തിനാ അപ്പച്ച എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുർബാന മറ്റുള്ളവരൊക്കെ ഇങ്ങനെ വലിയ ശബ്ദത്തിലല്ല കരയുന്നതിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാകുന്നുവല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛാ, എന്തെല്ലാം കഷ്ടതയിൽ കൂടിയും ദുഃഖങ്ങളിൽ കൂടിയൊക്കെ ഞാൻ കടന്നുപോയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പോഴുള്ള എന്നെ മാത്രമേ അച്ഛന് അറിയൂ. പക്ഷേ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിലെ എന്നെയും എൻ്റെ കുടുംബത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ദൈവം എത്രത്തോളം എന്നെ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അന്ന് മുതൽ ഞാൻ കരഞ്ഞു തുടങ്ങി. അച്ഛാ, ഇപ്പോഴും എനിക്ക് കരയായിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകും. ഈ കരയുന്ന അപ്പച്ചൻ എനിക്ക് തോന്നുന്നു കരഞ്ഞതിന് ശേഷം പട്ടക്കാരൻ പറയുമല്ലോ വിശുദ്ധ കുർബാനയ്ക്ക്, നിങ്ങൾ സമാധാനത്തോടെ സന്തോഷിച്ച് ആനന്ദിച്ച് പോകുകയും. ആ സന്തോഷവും സമാധാനവും ആനന്ദവും പേറിക്കൊണ്ടാണ് ഈ അപ്പച്ചൻ പോകുന്നതെന്ന്. വിശുദ്ധ കുർബാന സമയത്ത്, കുംഭസാര സമയത്ത്, കൂദാശ സമയങ്ങളിൽ, കർത്താവിന്റെ ക്രൂശിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ആയിരിക്കാൻ തക്കവണ്ണം നമ്മൾക്ക് സാധിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, പിന്നീട് ഒരിക്കലും ഒരുപക്ഷെ കരയേണ്ടതായിട്ട് വരികയില്ല. കാരണം കണ്ണുനീരിനെ മറികടക്കാത്തവനാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ കരച്ചിലിനെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്നവനാണ്. പക്ഷേ ഇന്ന് നമ്മൾ എപ്പോഴൊക്കെയാണ് കരയുന്നത്? എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. ഒരു ഉച്ച സമയത്ത് ഒരു ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേര് ഉണ്ടായിരുന്നുകൊണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. അമ്മച്ചി മാത്രമായിരുന്നു ആ ഭവനത്തിൽ. ഞങ്ങൾ ചെല്ലിനപ്പോൾ അമ്മച്ചി കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്താ കരയുന്നേ എന്ന് ചോദിക്കുക. അമ്മച്ചി കരച്ചിലാകും കൂട്ടി. ഞാൻ വലിയ പ്രശ്നമാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാ അമ്മച്ചി പറയുക, എൻ്റെ അച്ഛ കുറച്ചാൾ മുമ്പ് ഉണ്ടായ സംഭവമാണ്. പറയുന്നത് തെറ്റിദ്ധരിക്കരുത്, കഷ്ടാനുഭവാഴ്ചയിൽ കേട്ടോ. നമ്മൾ ഓരോരുത്തരും എങ്ങനെ കരയുന്നവരാ. ആ മാനസപുത്രിയിലെ, ഏത് മാനസപുത്രിയാന്ന്, അവൾക്ക് എന്തോ പറ്റി എന്ന് വിചാരിച്ച എൻ്റെ അച്ഛൻ ഞാൻ കരയുന്ന. സീരിയലങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളന്നേ, 12 മണിക്ക്. ആ സമയത്ത് അച്ഛൻ ചെല്ലുന്നേ, കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. ആലോചിച്ച് നോക്കിക്കേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുന്നേ. എനിക്ക് തോന്നി പിൽക്കാലത്ത് ആ സീരിയലിലെ നടി രക്ഷപ്പെട്ട് കാണും. കാര്യം ഈ അമ്മച്ചിയുടെ കരച്ചിൽ മൊത്തം ആർക്ക് വേണ്ടിയായിരുന്നു? ആ സീരിയലിലെ നടിക്ക് വേണ്ടിയായിരുന്നു. സ്വന്തം കുടുംബത്തെയോ സ്വന്തം മക്കളെയോ സ്വന്തം കൊച്ചുമക്കളെയോ ഓർത്ത് ഇത്രയും കരഞ്ഞായിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ഒരു അനുഗ്രഹിച്ചേനെ, എത്രയോ മടങ്ങ് അനുഗ്രഹിച്ചേനെ. ഒരു വിശുദ്ധനായ വ്യക്തി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന്, ദൈവം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നില്ല. മറ്റൊന്ന്, എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നില്ല. ശരിയല്ലേ? നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ലേ? പക്ഷെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുന്നുണ്ടോ? ഇല്ല. കാരണം ദേഷ്യം വരുമ്പോ എന്തെല്ലാം പ്രാർത്ഥനകളാണ് നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുന്നത്. മദ്യപാനിയായിട്ടുള്ള ഒരു ഭർത്താവുള്ള വീട്ടിലെ ഭാര്യ ഒരുപക്ഷെ അയാൾ മദ്യപിച്ച് 4 കാലം കയറി വരുന്ന കാണുമ്പോൾ നെഞ്ചത്തടിച്ച് പറയുമായിരിക്കും, എൻ്റെ കർത്താവേ, ഇതിയാനെ അങ്ങ് എടുത്തുകൊള്ളണമേ, എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെയും കൂടെ അങ്ങ് എടുത്തുകൊള്ളണമേ. നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്ന പ്രാർത്ഥനയായത്. കർത്താവ് അന്നേരം തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയാലോ? ഞാൻ സാധാരണ പറയാറുണ്ട്. എങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ അച്ഛനും ബാക്കിയുള്ളവരെ വത്സലരേ ദൂരെ നല്ല ചുകിക്കേ പാട്ട് ഗാനം ആലപിക്കേണ്ടി വരില്ലേ? ഞാനും നമ്മൾ ഓരോരുത്തരും സങ്കടം വരുന്ന സമയത്ത്, ദുഃഖങ്ങൾ വരുന്ന സമയത്ത് അറിഞ്ഞും അറിയാതെയും കണ്ണീരൊഴുകിക്കൊണ്ട് എന്തെല്ലാം പ്രാർത്ഥനകളാ പ്രാർത്ഥിക്കുന്നേ. ദാവീദ് പറയുന്നുണ്ട്, കർത്താവേ, എന്റെ കണ്ണുനീരുകളെ നിന്റെ തുരുത്തിയിലൊന്ന് ആക്കി വെക്കണമേ എന്ന്. എങ്കിൽ ഇന്ന് ഞാൻ പറയും, നമ്മുടെ കണ്ണുനീരിനെ ആക്കി വെക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരു തുരുത്തിയൊന്നുമല്ല, ഒന്നിലേറെ തുരുത്തികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അമ്മച്ചി കരഞ്ഞപ്പോൾ സീരിയൽ നടിക്ക് വേണ്ടി പിടിച്ച തുരുത്തി, പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞ തുരുത്തി, ഇതുപോലെ ആവശ്യമില്ലാതെ ഉള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടി കരഞ്ഞ തുരുത്തി,
തുടങ്ങി എന്തെല്ലാം തുരുത്തികളാണ് ഇതുപോലെ ദൈവം ഇപ്പൊ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഏറ്റവും അവസാനം കുപ്പിയെടുത്ത് കാണിച്ചിട്ട് പറയും, മകളെ മകനെ, നീ പ്രാർത്ഥിച്ചപ്പോൾ നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ കരഞ്ഞ് പ്രാർത്ഥിച്ച കണ്ണീര് ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ശാന്തമായിട്ട് ചിന്തിച്ചേ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുള്ളി കണ്ണീർ ഒഴുക്കുവാൻ തക്കവണ്ണം, കർത്താവിന്റെ തുരുത്തിയൊന്ന് നിറയുവാൻ തക്കവണ്ണം കരയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? വീണ്ടും വീണ്ടും നമ്മൾ കരയേണ്ടതല്ലേ? നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടും കരയേണ്ടതല്ലേ? പ്രിയമുള്ളവരെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിക്കൊള്ളട്ടെ. ഈ മനുഷ്യൻ പറയുകയാണ്, കർത്താവെ നീ രാജാവാണ്, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. രാജാവ് എന്ന് പറയാൻ നമ്മൾക്കറിയാം, രാജാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരു രാജ്യത്തെ മൊത്തം ഭരിക്കുന്നത്. ആ ഒരു പ്രജ അനങ്ങണമെങ്കിൽ തന്നെ എന്ത് വേണമെന്ന് ആ രാജാവാണ് തീരുമാനിക്കുന്നത്. രാജാവിന് വേണ്ടിയുള്ളതെല്ലാം നൽകുന്നത്, ഈ പ്രജകൾക്ക് വേണ്ടിയുള്ള എല്ലാം നൽകുന്നത്, രാജ്യത്തിലെ ആൾക്കാർക്കുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന ഈ രാജാവാണ്. എങ്കിൽ കർത്താവിന്റെ ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മളെങ്കിൽ, നമ്മൾ അവന്റെ മക്കളാവുന്നുവെങ്കിൽ, കർത്താവെ നീ എന്നെ രാജാവായിട്ട് ഞാൻ ഏറ്റുപറയുന്നു, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന കർത്താവ് നീ ആകുന്നു, നിന്റെ മുമ്പാകെ ഞാൻ വന്നിരിക്കുന്നു, എന്നെ നീ ശരിക്കൊന്ന് ഭരിക്കണമേ എന്ന് കർത്താവിനോട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ കള്ളൻ ഞങ്ങൾ എപ്രകാരം ഏറ്റു പറഞ്ഞു. രണ്ടാമതായിട്ട് ഇത് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ തോമാസ് ലീഹയാണ്. തോമാസ് ലീഹ പറയുകയാണ്, കർത്താവും എന്റെ ദൈവവുമേ. എന്റെ കർത്താവും ദൈവവും നീയാണ്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് തോമസ് ലീഹ പറയുകയാണ്, എന്റെ കർത്താവും എന്റെ ദൈവവും നീയാവും. നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വേദഭാഗത്തിലെ ഒന്നാമത്തെ ആശയം ഞാൻ വിടുകയാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു തന്നെ, ആ ക്രിസ്തു തന്നെ അവൻ എന്തിനു വേണ്ടി നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന്, ദൈവം വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ വേണ്ടി, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കഷ്ടതകൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നാം അവൻ വിശ്വസിച്ച് വിമോചനം നേടുമോ? ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി, ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കുവാൻ വേണ്ടി അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ നമ്മൾക്ക് സാധിക്കുമോ? അവൻ നമ്മുടെ കർത്താവും ദൈവവുമായി തീരുവാൻ തക്കവണ്ണം ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്ലീബായെ കുമ്പിടുന്ന സമയത്തെങ്കിലും നമ്മൾക്കൊന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുമോ? കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഉദിതനായ ക്രിസ്തുവിനെ തോമസ് ലീഹ ഏറ്റു പറഞ്ഞതുപോലെ എന്റെ കർത്താവും എന്റെ ദൈവവും എന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾക്ക് ഒന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണം സാധിക്കുമോ? നമ്മുടെ ചിന്തയുടെ രണ്ടാമത്തെ ആശയമായിട്ട് ആഗ്രഹിക്കുന്നത് സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക എന്നുള്ളതാണ്. സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ട് നിൽക്കുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു, ലേവ്യ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കുറേയേറെ ഉത്സവങ്ങളുണ്ട്. ഉത്സവത്തിന്റെ പ്രഥമ ഉത്സവമായിട്ടാണ് പെസഹായെ കാണുന്നത്. അതിനുശേഷം 50 ദിവസം കഴിഞ്ഞു വരുന്ന ഒരു ഉത്സവത്തെ കുറിച്ചും ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഉത്സവം മറ്റൊന്നുമല്ല, അത് പെന്തിക്കോസ്തിയുടെ ഉത്സവമാണ്. പ്രിയമുള്ളവരെ, പുളിപ്പെന്ന് പറയുന്ന അനുഭവം, അവസ്ഥ നമ്മൾ കാണുന്നത് 3 തലങ്ങളിലാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പുളിപ്പ് ദുരുപദേശങ്ങളെ കാട്ടുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. പഴയ നിയമത്തിൽ പുളിപ്പ്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പുളിപ്പെന്ന് പറയുന്നത് ദുരുപദേശങ്ങളെ കാട്ടുവാൻ തക്കവണ്ണം ഉപയോഗിച്ച് നമ്മൾക്കറിയാം. സമയക്കുറവുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോയിക്കൊള്ളട്ടെ. പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കർത്താവ് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റൊന്നുമല്ല, അത് അന്നത്തെ ഉപദേശങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്നും അനേകം ഉപദേശങ്ങൾ കുന്നുകൂടി വരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപം ചെയ്യുന്ന വ്യക്തിയോട് നീ ചെയ്യുന്നത് പാപമാണെന്ന് പറയാനുള്ള ആർജവത്വം ഇന്നത്തെ സഭയ്ക്ക് പോലും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് മദ്യപാനം എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് ആധുനിക സമൂഹം ചിത്രീകരിക്കുമ്പോൾ നമ്മൾ മദ്യപാനത്തെ ഒരു രോഗമായിട്ട് മനസ്സിലാക്കി
അതിന് പിന്നാലെ പോവുകയാണ്. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും എന്തെല്ലാം പാപം ചെയ്താലും, യുവജനങ്ങൾ എന്തെല്ലാം തിന്മകൾ ചെയ്താലും അതിനെയെല്ലാം രോഗങ്ങളാക്കി മനസ്സിലാക്കുവാനുള്ള പുതിയ ഉപദേശത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. ദുർനടപ്പും അശുദ്ധിയും എല്ലാം തന്നെ രോഗങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, പാപം എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് പോലും മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്നുണ്ട്. മദ്യപാനി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കയില്ല എന്നും, ദുഷ്ടതയും മ്ലേച്ഛതയും പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യത്തിൽ നിന്നും അകന്നവനാണെന്ന് ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും നമ്മളെ ഓർപ്പിക്കുമ്പോഴും, ഭോഷ്ക് പറയുന്നവനും അറക്കപ്പെട്ടവനും ശുദ്രക്കാരനും ശപിക്കപ്പെട്ടവനാകുന്നുവെന്ന് ബൈബിൾ സാക്ഷിക്കുമ്പോഴും, ഇന്ന് അത് അപ്രകാരം എന്നോട് തന്നെ പറയാനുള്ള ആർജവത്വം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അത് അപ്രകാരം തന്നെയാണെന്ന് എന്റെ സഭാവിശ്വാസികളോട് പറയാനുള്ള ആർജവത്വം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. നീ ചെയ്യുന്നത് പാപമാണെന്ന് നോക്കിക്കൊണ്ട് പറയാനുള്ള ശക്തി എങ്ങനെയോ സഭാ മക്കളിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ചോർന്നു പോകുന്നു. പുതിയ ഉപദേശത്തിന്റെ കൊടുങ്കാറ്റടിയിൽ, പുതിയ പുളിപ്പുമാവിന്റെ കൊടുങ്കാറ്റടിയിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ടോ എന്ന് ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കണം. നിന്റെ ഉത്സവം ആചരിക്കേണ്ടത് സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ടാണ്. പുളിപ്പ് ദുരുപദേശത്തെയും തിന്മകളെയും ദുഷ്ടതകളെയുമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ, ആ ദുരുപദേശങ്ങളെയും ദുഷ്ടതകളെയും തിന്മകളെയും പാടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കിക്കളയുവാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട് എന്നൊരു നിമിഷം നമ്മൾ ശാന്തമായി മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ പുളിപ്പ് മറ്റൊരു സംഗതിയെ കൂടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ജീവൻ എന്നുള്ളതാണ്. നമ്മൾക്ക് ആവശ്യം ഈ ജീവനാവുന്ന പുളിപ്പാണ്. അതുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിൽ നമ്മൾ പുളിപ്പുള്ള വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത്. പുളിപ്പുള്ള അപ്പം കൊണ്ട് നിർമ്മിച്ച വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും അത് മറ്റൊന്നുമല്ല, അത് ജീവനായതുകൊണ്ടാണ്. കർത്താവ് പറയുന്നുണ്ട്, ഈ പുളിപ്പിനെ കുറിച്ച് കർത്താവ് പറയുന്ന ഇപ്രകാരമാണ്: ഒരു സ്ത്രീ 3 പറ മാവിൽ എടുത്ത് അടച്ചു വെച്ചു, സകലതും പുളിക്കുവോളം അതിനെ കാത്തു സൂക്ഷിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ പുളിപ്പ് തീർച്ചയായിട്ടും ജീവന്റെ പുളിപ്പായി തീരുവാൻ തക്കവണ്ണം നമ്മൾ വളരെയേറെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ജീവനുള്ള പുളിപ്പായിരിക്കുന്ന പുളിപ്പ് കൊണ്ട്, പുളിപ്പുള്ള അപ്പം കൊണ്ട് നമ്മൾ ഉത്സവം ആചരിക്കേണ്ടത് ആവശ്യമായി തീരുന്നത്. ദുഷ്ടതയും തിന്മയുമായ പുളിമാവ് കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലെ മ്ലേച്ഛതകൾ കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ കൊണ്ടല്ല, പിന്നെയോ സ്വച്ഛതയും സത്യവുമായ പുളിമാവ് കൊണ്ട് എന്തുത്സവം ആചരിക്കണം? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പെസഹ പെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം 7 ആഴ്ചവട്ടം എണ്ണി 50-ാം ദിവസം ആചരിക്കേണ്ട പുളിപ്പുള്ള അപ്പത്തിന്റെ പെരുന്നാൾ. ആ പെരുന്നാൾ മറ്റൊന്നുമല്ല, ആ പെരുന്നാൾ പെന്തിക്കോസ്തി പെരുന്നാളാണ്. പ്രിയമുള്ളവരെ, നമ്മളൊരു ഉത്സവം ആചരിക്കുവാൻ വേണ്ടിയാണ് ഈ പെസഹായിലേക്ക് അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളൊരു വലിയ ഉത്സവം ആചരിക്കുവാൻ വേണ്ടിയാണ് ഈ പെസഹായിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അത് എന്ത് ഉത്സവമാണെന്നറിയാമോ? അത് പെന്തിക്കോസ്തിയുടെ വലിയ ഉത്സവമാണ്. ഈ പെസഹ അപ്പം നമ്മൾക്ക് വേണ്ടി കർത്താവ് നൽകിയത്, കാൽവരി ക്രൂശിൽ അവൻ പെസഹായായി, പെസഹ കുഞ്ഞാടായി തീർന്നത്, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം നമുക്ക് രക്ഷ നൽകിയത്, അവൻ കർത്താവും രാജാവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്, വീണ്ടും 50 ദിവസം സ്വച്ഛതയോടും നിർമ്മലതയോടും നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും വെടിപ്പോടും കാത്തിരുന്നിട്ട് പെന്തിക്കോസ്തി എന്ന് പറയുന്ന വലിയ ഉത്സവം നമ്മൾ ആചരിക്കുവാൻ വേണ്ടിയാണ്. ലേവിയ പുസ്തകത്തിൽ കാണുന്ന പെരുന്നാളുകളുടെ ആവർത്തനമായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ,
എന്റെ കഷ്ടാനുഭവ ആഴ്ച, എന്റെ നോമ്പിന്റെ അനുഭവം, എന്റെ കഷ്ടാനുഭവ ആഴ്ച ഇതോടൊന്നും തീരുന്നില്ല. പെസഹ കൊണ്ട് തീരുന്നില്ല, ഉയർപ്പ് കൊണ്ട് തീരുന്നില്ല. പിന്നെയോ പെന്തിക്കോസ്തിയുടെ വലിയൊരു അനുഭവം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകുന്നുള്ളൂ. നമുക്ക് സാധാരണ എന്താണ് സംഭവിക്കുന്നത്? ഉയർപ്പ് കഴിയുന്നതോടെ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാ. പിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ്? ഉയർപ്പ് കഴിയുമ്പോൾ നിന്റെ മണവാളനായ ക്രിസ്തു നിന്റെ കൂടെ ആയിരിക്കുന്നു. നിന്റെ മണവാളനായ ക്രിസ്തു നിന്റെ കൂടെ ആയിരിക്കുന്നതുകൊണ്ട് ഓരോ ദിനങ്ങളാണ്, വെണ്മയുടെ ദിനങ്ങളാണ്. ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ നീ കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കണം. കഷ്ടമെന്ന് പറയട്ടെ, ഉയർപ്പ് ഈസ്റ്റർ പെരുന്നാൾ നമ്മൾ ആഘോഷിച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ 50 ദിവസം നമ്മൾ ഉപേക്ഷയായിട്ടുള്ള പല തിന്മകളും വീണ്ടും നമ്മൾ സ്വീകരിക്കുവാൻ വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്? ഒരിക്കലും പാടില്ല പ്രിയമുള്ളവരെ, ഒരിക്കലും പാടില്ല. പിന്നെ എന്തു വേണം? നമ്മൾ 40 ദിവസം കൊണ്ട് ആർജിച്ച ശക്തി, ഈ കഷ്ടാനുഭവത്തിൽ കൂടി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയിച്ചു കൊണ്ടുവരുന്ന ആത്മാവിന്റെ ഒരു ചൈതന്യം, അത് ജ്വലിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. പിന്നെയുള്ള 50 ദിവസം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പും പ്രയാണവുമാണ്. എന്തുകൊണ്ട് നോമ്പ് ഉപവാസം ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാരണമേ. അത് നിനക്ക് തിന്മ ചെയ്യുവാനോ മ്ലേച്ഛതകൾ ചെയ്യുവാനോ ഉള്ള അവസരമായിട്ടല്ല, നിനക്ക് മദ്യപിക്കുവാനോ വെറിക്കൂത്തുകളിലോ ചെന്ന് ചേരുവാനുള്ള അവസരമായിട്ടല്ല. പിന്നെയോ അതൊരു കാത്തിരിപ്പിന്റെ, വലിയൊരു പെരുന്നാളിന്റെ, വലിയൊരു ഉത്സവത്തിന്റെ അനുഭവമാണത്. അത് പെന്തിക്കോസ്തി ദിവസത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ മാടി വിളിക്കുന്ന ദിവസങ്ങളാണത്. ഇനിയുള്ള 50 ദിവസങ്ങൾ, ഉയർപ്പ് കഴിഞ്ഞുള്ള 50 ദിവസങ്ങൾ, ഈ പെസഹായുടെ അനുഭവം നമ്മളെ മാടി വിളിക്കുന്നത് ഒരു സംഗതിയിലേക്കാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വളരെ മനോഹരമായിട്ട് അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. ഇനി നീ എങ്ങനെ ഉത്സവം ആചരിക്കണം? സ്വച്ഛതയും സത്യവുമായ നിർമ്മലത കൊണ്ട് നീ ഉത്സവം ആചരിക്കണം. എന്ത് ഉത്സവം ആചരിക്കണം? വലിയ പെരുന്നാളായിരിക്കുന്ന പെന്തിക്കോസ്തിയുടെ ഉത്സവം നീ ആചരിക്കണം. നമ്മുടെ കാത്തിരിപ്പ് അതിനു വേണ്ടി ആയിരിക്കട്ടെ. ഈ കാത്തിരിപ്പിലാണ് നമ്മൾ പാടുന്നത്. എന്തിനു വേണ്ടി കാത്തിരിക്കുന്നത്? അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിസ് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിസിന്റെ അവിടെ സെമിനാറിയിൽ പോകുന്നതിന് മുമ്പേ 1.5 വർഷം നിൽക്കുവാൻ തക്കുള്ള മഹാഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ചെയ്യുന്ന അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിസിന്റെ വായിൽ നിന്ന് വീണ തുപ്പലുകൾ ഏറ്റുമുഖമാണ് എന്റേതെന്ന് പറയുന്ന എനിക്ക് അത് ലജ്ജയുമില്ല. കാര്യം ആ ഒരു ശ്രേഷ്ഠത ഞാൻ ബഹുമാനീയമായിട്ട് കരുതി അതിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ വന്യപിതാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ വീണ്ടും അർപ്പിച്ചുകൊണ്ട് ആ പിതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ കഷ്ടാനുഭവ ആഴ്ചയിലാണ് മധ്യസ്ഥ പ്രാർത്ഥന ഒന്നുമില്ല എന്നറിയാമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഇപ്രകാരം തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്. അഗ്നി എന്താണെന്ന് അറിയാമോ? അത് പരിശുദ്ധാത്മാവാവുന്ന അഗ്നിയാണ്. വിശുദ്ധ മാമോദീസ നമുക്ക് ലഭിച്ചപ്പോൾ കിട്ടിയ അഗ്നിയാണ്. ആ അഗ്നിയെ ഊതി 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 കത്തിക്കണം. അതെങ്ങനെയാണെന്ന് അറിയാമോ? പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ കനല് സൂക്ഷിച്ചു വെച്ചിരിക്കും. തീപ്പെട്ടി ഇല്ലാതിരുന്ന കാലത്ത് അതിനെ എടുത്തു വെച്ചുകൊണ്ട് ഊതി 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 കത്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉയർപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 50 ദിവസവും ഉള്ളിൽ ലഭിച്ച പുതു അഗ്നി ഊതി ഊതി കത്തിക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പെന്തിക്കോസ്ത് ദിവസം വരുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുകയാണ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് പ്രിയമുള്ളവരെ എന്താണ് സംഭവിക്കുന്നത്? ഉയർപ്പ് കഴിയുമ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തി അത് മാറി നിൽക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് ഉയർത്തിൽ നിന്നുള്ള ശക്തി പിതാക്കന്മാർ പറഞ്ഞ് നമുക്ക് നൽകിയിരിക്കുന്ന പോലെ ആർജിക്കുവാൻ തക്കോണം സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. പെന്തിക്കോസ്ത് നാളിൽ അഗ്നിനാവിന്റെ സദൃശത്തിൽ സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങിയ അഗ്നി, അത് എന്നിലും വന്ന് നിറയണമേ എന്ന നമ്മൾ പെന്തിക്കോസ്ത് ദിവസം പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്യുന്നത്. ആ തീ എന്നിൽ കത്തിക്കണമേ എന്ന പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പെസഹ പെരുന്നാളിനോട് നമ്മൾ അടുത്തു വരുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കരുതേ. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുകൊണ്ട് അവൻ എന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായും തക്കവണ്ണം യാഗമായി തീർന്നുവെങ്കിൽ, അവൻ എന്റെ കർത്താവും രാജാവും ദൈവാദി ദൈവവുമായി നിൽക്കുന്നുവെങ്കിൽ, അവൻ എന്നെ മാടി വിളിക്കുന്നത് വലിയൊരു പെരുന്നാളിന്റെ അനുഭവത്തിലേക്കാണെങ്കിൽ, ആ പെന്തിക്കോസ്ത് പെരുന്നാൾ വരെ അനുഗ്രഹപൂർണമായ രീതിയിൽ നിലകൊണ്ടുകൊണ്ട് നിർമ്മലതയിലും സ്വച്ഛതയിലും നിലനിന്നുകൊണ്ട് എന്റെ കർത്താവെ നിന്റെ അഗ്നിയാവുന്ന തീ എന്നിൽ കത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഉയർത്തിൽ നിന്നും ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് ഉത്സവം ആചരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പെന്തിക്കോസിയാകുന്ന പുളിപ്പുള്ള അപ്പത്തിന്റെ ആ പെരുന്നാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയുമ്പോൾ, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ നിന്നെ നിറയ്ക്കണമേ. നിന്റെ ശക്തി ആർജിച്ചുകൊണ്ട്, നിന്റെ കാരസ്ഥനാവുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഈ ലോകയാത്ര അനുഗ്രഹപ്രദമായി മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം നീ ശക്തീകരിച്ചുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.